Meet the editors. ചോദ്യം ഇതാണ്: നേതാക്കൾ മത്സര ഓട്ടത്തിലോ? സ്മൃതി, ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമായിരുന്നു. ഇന്നതാ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം തലസ്ഥാനത്ത് 2 നിരീക്ഷകരും എത്തിയിട്ടുണ്ട്. നാളെ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഓരോ MLA-മാരെയും നേരിട്ട് കാണും. അവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ തേടും. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ KC പക്ഷത്തിന് MLA-മാരുടെ എണ്ണം കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 2 പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു. ഒന്ന് NSSൻ്റെയും മറ്റൊന്ന് SNDP-യുടെയും. അതിൽ NSS-ഉം SNDP-യും ഒരേ സ്വരത്തിൽ തള്ളുന്ന ഒരേയൊരു നേതാവ് VD സതീശനാണ്. കൊള്ളുന്ന നേതാക്കൾ KC-യും RC-യുമാണ്. നേതാക്കൾ ഓട്ടത്തിലാണോ? നേതാക്കൾ ഓട്ടത്തിലാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ശൈലിയായി ഞാൻ കാണുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രധാനപ്പെട്ട 3 നേതാക്കൾ ആ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒന്ന് പറയുന്ന KC വേണുഗോപാൽ, അദ്ദേഹം കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി അടുത്ത ഒരു ടേമിലേക്ക് കൂടി അദ്ദേഹത്തെ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനമുണ്ട്. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാംഗത്വം രാജിവെച്ചിട്ടാണ് ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് MP ആയി എത്തിയത്. അങ്ങനെ നിൽക്കുന്ന KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ 2-മെന്നോ 3-മെന്നോ പറയാവുന്ന സ്ഥാനത്ത് നിൽക്കുന്ന നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ പിന്തുണയുടെ എണ്ണം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഹൈക്കമാൻഡ് ഭാഗമായിരിക്കുന്ന ഒരു നേതാവ് പിന്തുണ തേടുമ്പോൾ അത് നോ പറയാൻ ഭയക്കുന്ന MLA-മാരായിരിക്കാം. അല്ലെങ്കിൽ അത് പരസ്യം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? രഹസ്യമായിട്ടാണോ MLA-മാർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനാവുക എന്നത് എനിക്ക് സംശയമുണ്ട്. അത് ഉറപ്പായിട്ടും ഇന്ന MLA എനിക്കൊപ്പം നിന്നിട്ടില്ല എന്നുള്ള കാര്യം KC വേണുഗോപാൽ അറിയുമോ എന്നൊരു ആശങ്കയിൽ നിന്നുകൊണ്ട് നിൽക്കുന്നവരുണ്ടാകാം. KC വേണുഗോപാലിനോട് അല്ലാതെ തന്നെ അടുപ്പമുള്ളവരുണ്ടാകാം. അങ്ങനെയുള്ള ഒരെണ്ണം, ഒരു മൃഗീയ ഭൂരിപക്ഷം എന്നുള്ളൊരു അവകാശവാദം അവിടെ നിൽക്കുന്നു. അതിൽ ധാർമ്മികമായ ഒരു പ്രശ്നം ഉയരുന്നത് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്ത ശേഷം വന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ ഈ 63 എന്നൊരു വലിയ സംഖ്യയിലേക്ക്, 22-ൽ നിന്നും 63 എന്നൊരു വലിയ സംഖ്യയിലേക്ക് കോൺഗ്രസിന് എത്തിയതിൻ്റെ ആ തെരഞ്ഞെടുപ്പിന് അത്രയും മാറ്റുകൂട്ടിയ വിജയം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു MP വന്ന് 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ട് മത്സരത്തിൽ നിൽക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരുമ്പോൾ അതിന് പാർട്ടി എങ്ങനെ അത് വിശദീകരിക്കുമെന്നൊരു ചോദ്യമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇനി പറയുന്നത് VD സതീശനാണല്ലോ. ഇനി സീനിയോറിറ്റി വെച്ച് നോക്കാം. അടുത്ത സീനിയറായിട്ട് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പറയുകയാണ്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പറയുമ്പോൾ 2016-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 2021-ൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണയുണ്ടായിട്ട് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ MLA-മാരുടെ പിന്തുണയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സീനിയോറിറ്റി ഇല്ലാത്ത VD സതീശൻ എന്ന നേതാവിലേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വരുന്നത് എങ്ങനെയാണ്? അദ്ദേഹം സഭയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. അങ്ങനെ സോണിയാഗാന്ധിയാണ് VD സതീശൻ എന്ന പേരിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നു. അതിന് അദ്ദേഹം പിന്നീട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതും പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കുമെന്നുമുള്ള ഉറപ്പാണ് സോണിയാഗാന്ധിക്ക് അദ്ദേഹം നൽകിയത്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവ്. ഈ അദ്ദേഹത്തിൻ്റെ ടെന്യൂറിലാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പും ഈ കോൺഗ്രസ് നേതൃത്വം ലോക്സഭാ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുകളും നേരിട്ടത്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വന്നിരിക്കുന്ന ഫലങ്ങൾ അത് വിജയം നേടിത്തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിജയം നേടുമ്പോൾ ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് കൃത്യമായി പറയുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയിൽ അദ്ദേഹം കൃത്യമായി എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് VD സതീശൻ എന്ന നേതാവിൽ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിലുള്ള ഒരു ക്ലാരിറ്റിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലുള്ള ഒരു വ്യക്തതയാണ്. അദ്ദേഹത്തിന് ഭാവി സർക്കാരുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളുണ്ട്. അത് ആശയങ്ങൾ ഈ പുതുയുഗ യാത്രയിൽ യാത്ര നടത്തി ജനങ്ങളുമായി സംസാരിച്ച് അവരിൽ നിന്ന് കേട്ട് അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരുമായി ചർച്ച നടത്തി ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പലതവണയായി വാർത്താസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോട് നമുക്ക് ഒരു കേൾക്കാൻ താല്പര്യം തോന്നുന്ന ഒരു പുതിയതെന്തോ ഉണ്ട് എന്നൊരു തോന്നലുളവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ അദ്ദേഹം ആവുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും വിമർശിക്കാവുന്ന സാഹചര്യമാണ്. പക്ഷേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ആ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇനി അദ്ദേഹം വ്യത്യസ്തനാവുന്ന എങ്ങനെയാണ്? ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന 2 സമുദായ നേതാക്കളുണ്ടല്ലോ, ഈ 2 സമുദായ നേതാക്കളും തിരഞ്ഞെടുപ്പിന് മുൻപ് എടുത്ത നിലപാട് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. G. സുകുമാരൻ നായർ ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയ ഘട്ടത്തിൽ പോലും, ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ ഘട്ടത്തിൽ പോലും പ്രതികരിക്കാതിരുന്ന,
അത് പ്രത്യേകം പറയാൻ കാരണം ശബരിമല യുവതീ പ്രവേശന ഘട്ടം നന്നായി പ്രതികരിക്കുകയും ഒരു തെരഞ്ഞെടുപ്പിൽ അതിന് വിരുദ്ധമായ ഫലമുണ്ടാകുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞിട്ട് അതിന് തികച്ചും വിരുദ്ധമായി പിണറായി വിജയനെ വിജയിപ്പിക്കുന്ന ഒരു സർക്കാർ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാതിരുന്ന ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് തനിക്ക് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞിരുന്ന ജി സുകുമാരൻ നായർ ഇന്ന് വാർത്താസമ്മേളനം നടത്തി പറയുകയാണ്, ഇത് UDFന്റെ വിജയമല്ല, ഇത് ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത്, അതിപ്പോൾ ആർക്കറിയാത്ത ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ ജയിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ മാറ്റി കുത്തിയത് എന്തുകൊണ്ടാണ്? മടുപ്പ് കൊണ്ട്. നേരത്തെ സർക്കാരുമായുള്ള എതിരഭിപ്രായത്തിലാണ് വോട്ട് ചെയ്തതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനില്ലാത്ത എതിരഭിപ്രായം അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗംഭീരമായി തോന്നിയ ഒരു കാര്യം എന്നുള്ളത് ഈ സമുദായ നേതാക്കളുടെ എന്താ പറയുക, തിണ്ണ നിരങ്ങൾ എന്ന പ്രയോഗം, അത് പ്രയോഗം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ആ രൂപത്തിലേക്ക് നിങ്ങളുടെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് തോറ്റുപോകുമെന്ന മട്ടിലേക്ക് സാധാരണഗതിയിൽ അത് കോൺഗ്രസ് ആണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശുഭോദാർക്കമായ കാര്യം. ഈ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങൾ അങ്ങ് തീർന്നു പോകും എന്ന മട്ടിൽ ഒരു നേതാക്കളും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രോഗ്രസീവായിട്ടൊരു കാര്യമായി കണ്ടിട്ടുള്ളത്. അതിൻ്റെ കൂടി തെരഞ്ഞെടുപ്പ് ഫലമാണെന്നേ ഈ 102 എന്നുള്ള അക്കം. അപ്പോൾ അത് ഈ സമുദായ നേതാക്കളല്ല തീരുമാനിക്കുന്നത്, ജനങ്ങൾ അവരുടെ സെക്കുലർ ബോധത്തിൽ നിന്നുള്ള ഒരു വിധിയാണ് ഇത്തവണ നൽകിയിട്ടുള്ളത്. അടുത്ത വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടി തെരഞ്ഞെടുപ്പിൽ CPIMനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അവിടെ നിൽക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുകയാണ്, KC വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ ആലപ്പുഴയിൽ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹത്തിന് നല്ല നേതാവാണ്. രമേശ് ചെന്നിത്തലയും കുഴപ്പമില്ലാത്ത നേതാവാണ്. VD സതീശനാണോ വരിക എന്ന് അറിയാത്തതുകൊണ്ട് VD സതീശനെ ഇപ്പോൾ വല്ലാതെ പറയുന്നില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ട് സമുദായ നേതാക്കളും ഇപ്പോൾ ഇവിടെ വന്ന് ഇത് പറയേണ്ട ഒരു കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ പല കാര്യങ്ങളിലും ഉള്ള വ്യക്തത നേതാക്കൾ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുമ്പോൾ നേതാക്കൾ ഈ എന്താണ് സീനിയോറിറ്റി എന്ന പ്രയോഗം വരുന്നുണ്ടല്ലോ, സീനിയോറിറ്റി നമുക്കൊന്ന് നോക്കാം. ഈ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എന്ത് സീനിയോറിറ്റിയാണ് ഇവിടെ നേരത്തെ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്? നമുക്ക് 2018 മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് എടുക്കാം. 2018 മധ്യപ്രദേശിൽ നഷ്ടമായത് എങ്ങനെയാണ്? ജ്യോതിരാദിത്യ എന്ന ഒരു യുവ നേതാവ് അവിടെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ നിൽക്കുന്നു. ജ്യോതിരാദിത്യയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സീനിയറായ കമൽനാഥിനെ ഡൽഹിയിൽ നിന്നാണ് കമൽനാഥിനെ തീരുമാനിക്കുന്നത്. കമൽനാഥ് മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് മധ്യപ്രദേശ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടോ? ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങോട്ടാണ് പോയത്? അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അടുത്തത് എവിടെയാണ്? രാജസ്ഥാനിൽ. അതേ വർഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് എന്ന യുവ നേതാവ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നു, പ്രകടനങ്ങൾ നയിക്കുന്നു, റാലികൾ നയിക്കുന്നു, ആവേശോജ്വലമായ പ്രസംഗങ്ങൾ നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അധികാരം ആർക്കാണ് കൊടുക്കുന്നത്? ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്നു, അശോക് ഗെഹ്ലോട്ട് അല്ലേ. പിന്നീട് രാജസ്ഥാൻ കിട്ടിയോ? രാജസ്ഥാനും പോയി. രാജസ്ഥാനിൽ എങ്ങോട്ടാണ്? BJPക്ക് പോയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ അനുഭവം. ഇനി നമ്മുടെ അടുത്തത് കർണാടകയിലേക്ക് പോകാം. 2023 DK ശിവകുമാർ എന്ന ക്രൗഡ് പുല്ലർ മുന്നിൽ നിന്ന് നന്നായി നയിച്ചു, നല്ല രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തു. അവിടെ പക്ഷേ മുഖ്യമന്ത്രി സീനിയറായ സിദ്ധരാമയ്യെ തീരുമാനിക്കുന്നു. അതും ടേം വ്യവസ്ഥയൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും ആ ടേമിലേക്ക് പിന്നെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ച വിജയം അവിടെ കോൺഗ്രസിനുണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ സീനിയോറിറ്റി എന്ന ഒരൊറ്റ ഘടകം മാത്രം പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഫലം എന്നുള്ളത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു നേതാവിന് ഒരു അവസരം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുകയും ഇവിടെ വെള്ളാപ്പള്ളി നടേശനുമായി, അതുകൂടി പറയണം കേട്ടോ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വർഗീയ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതിനോട് പ്രതികരിച്ച കോൺഗ്രസിലെ ഏക നേതാവ് എന്നതും ഈ പറയുന്ന VD സതീശനായിരുന്നു. അദ്ദേഹം പുറത്ത് നടത്തിയ പ്രതികരണം പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഓർമ്മയാകും, പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാകും. ആ കേരളത്തിന്റെ അടിത്തറയ്ക്ക് തീ കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണിത്. ഇതാണ് അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞത്. ഇനി നമ്മൾ പൊതുപ്രസംഗത്തിലും കേട്ടിട്ടുണ്ട്. ഇവിടെ കാന്തപുരത്തിന്റെ പരിപാടിയിൽ അന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയോട് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന സംയമനത്തോടെ വിമർശനമാണ് അന്ന് അദ്ദേഹം ഉയർത്തിയത്. അതൊക്കെ മലബാറിൽ അദ്ദേഹത്തിന് നേടിത്തന്ന ഒരു പിന്തുണ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൽ നോക്കൂ, ഇത് മുസ്ലിം ലീഗ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ജനഹിതം നടപ്പാക്കണം.
എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കണം തീരുമാനം എന്നുള്ളതാണ്. അത് വെറുതെ പറയുന്നതല്ല മുസ്ലിം ലീഗ്. ഈ പറഞ്ഞ ഘട്ടങ്ങളിൽ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്ന സാമുദായിക സൗഹാർദ്ദം അല്ലെങ്കിൽ സമുദായ മുസ്ലിം ന്യൂനപക്ഷമായാലും ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും ഇതൊക്കെ തന്നെയും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഒപ്പമായിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലായി അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ നഷ്ടപ്പെട്ടുപോയ സൗഹൃദം പുനഃസ്ഥാപിക്കാൻ വി.ഡി. സതീശൻ നടത്തിയ ശ്രമങ്ങൾ അത് ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധ സഭാ നേതാക്കളുമായൊക്കെ കാണുകയും സഭാ നേതൃത്വങ്ങളുമായി കാണുകയും നമുക്കറിയാം ഇവിടെ കൊച്ചിയിൽ ഒരു അർദ്ധരാത്രി പോയി കണ്ട കൂടിക്കാഴ്ചയെക്കുറിച്ച് അതെങ്ങനെ കണ്ടു എന്നൊക്കെ നമ്മൾ ചോദിച്ച് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. അവർ ക്ഷണിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷണം ഉണ്ടാകുകയും അങ്ങനെ ഒരു പിന്തുണ ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 102 എന്ന സംഖ്യയിലേക്ക് എത്തുന്നത്. ഈ സമുദായ സഭാ നേതൃത്വങ്ങളെ കാണുക, അവരോട് സംസാരിക്കുക എന്നൊക്കെ ഒരു നിഷിദ്ധമാണ് എന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന അവരില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന രൂപത്തിൽ പ്രതികരണം നടത്തുകയും അവർക്ക് ഒരു ഈ രാഷ്ട്രീയത്തിൽ അവർക്കൊരു സേ ഉണ്ട് എന്ന മട്ടിൽ ഞങ്ങൾ നിശ്ചയിക്കുമെന്ന മട്ടിലുള്ള പ്രതികരണം നടത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒഴിവാക്കേണ്ടത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശുഭോദാർക്കമായ കാര്യം. അതിന് സംഭവിക്കാതിരിക്കട്ടെ. അതിന് നൽകിയ ജനവിധി കൂടിയാണ് ഈ 102 എന്നുള്ളത്. വളരെ വേഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ല എങ്കിൽ ഈ നേട്ടത്തിന്റെ പൊലിമ നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് അത് എങ്ങനെ ചെയ്യുമെന്നുള്ളത് ആദ്യത്തെ ചർച്ചയാണ് നാളത്തെ ചർച്ച എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് തുടർന്നങ്ങോട്ട് പലതും നടക്കാനുണ്ട്. അതിലെന്ത് തീരുമാനിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. പക്ഷേ ഇതാണ് ഈ 3 നേതാക്കളുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മത്സര ഓട്ടത്തിലോ കോൺഗ്രസിൽ നേതാക്കൾ മുഖ്യമന്ത്രിയാവാൻ എന്നുള്ളതാണ് ഇന്ന് മീറ്റ് ദി എഡിറ്റേഴ്സിലെ ചോദ്യം. കോൺഗ്രസിൽ ഇത് സ്ഥിരം കാഴ്ചയാണ്. കോൺഗ്രസ് ഉണ്ടായ കാലം തൊട്ട് എ കെ ആന്റണി പറഞ്ഞതുപോലെ 1937 തുടങ്ങി, ഗാന്ധിജിയുടെ കാലം തുടങ്ങി. ഇത് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും ചർച്ചകൾ അങ്ങനെയായിരുന്നു. കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. കർണാടകയിൽ ഡി കെ ശിവകുമാറാണ് കർണാടകയിലെ ഇലക്ഷൻ നയിച്ചത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഡി കെ ശിവകുമാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി. അത് കോൺഗ്രസിൻ്റെ അങ്ങനെയാണ്. കോൺഗ്രസ് ഇത് AICC തീരുമാനിക്കും, അത് കേരളത്തിൽ നടപ്പിലാകും എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും സംഭവിക്കാനുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ AICC 2 നിരീക്ഷകരെ കേരളത്തിലേക്ക് വിടുകയും കേരളത്തിലെ MLA-മാരുടെ, കാരണം ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായി വന്നവരുടെ അഭിപ്രായം ചോദിച്ച് ആ അഭിപ്രായത്തിനനുസരിച്ച് AICC തീരുമാനം എടുക്കുകയും ആ AICC തീരുമാനം എടുക്കുന്ന ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുകയും ചെയ്യും. അതിപ്പോൾ V.D. സതീശനോട് ചോദിച്ചാൽ അത് തന്നെയാണ് പറയുക, രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അത് തന്നെയാണ് പറയുക, A K ആന്റണിയോട് ചോദിച്ചാൽ അത് തന്നെയാണ് പറയുക. AICC തീരുമാനിക്കും എന്നുള്ളതാണ്. ഇലക്ഷൻ്റെ മുൻപും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ആരാണ് എന്നുള്ളത് ഈ അന്ന് CPM ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണമായിരുന്നു. കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ 3 മുഖ്യമന്ത്രിമാരായിരിക്കും വരിക. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്കിടയിൽ വലിയ അടികളുണ്ടാവും. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് പറയണം എന്ന് പറഞ്ഞ സമയത്തും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞത് അത് AICC തീരുമാനിക്കും എന്ന് തന്നെയാണ്. AICC തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ന് 2 നിരീക്ഷകരെ വെക്കുകയും ആ നിരീക്ഷകരുടെ കാര്യങ്ങൾ നോക്കി അത് തീരുമാനമെടുത്ത് നാളെയോ മറ്റന്നാളോ AICC-നെ അറിയിക്കും. കേരളത്തിലെ ഇത്ര MLA-മാർ അല്ലെങ്കിൽ ഇപ്പോൾ ജയിച്ചു വന്ന ജനപ്രതിനിധികൾ V.D. സതീശനെ ഇത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട്, KC വേണുഗോപാലിനെ ഇത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തലേനെ ഇത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് വിചാരിക്കും. ഞാൻ വിചാരിക്കുന്നില്ല നേരെ AICC-ൻ്റെ നിരീക്ഷകർ വന്നിട്ട് നിങ്ങൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ, നിങ്ങൾ V.D. സതീശനെ പിന്തുണയ്ക്കുന്നുണ്ടോ, നിങ്ങൾ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആരെ പിന്തുണയ്ക്കും എന്നേ ചോദിക്കുന്നുള്ളൂ. ഒരു പേരും ഇവരങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ സാധ്യതയില്ല. അവർ ഇങ്ങോട്ട് പറയുന്നതായിരിക്കുമല്ലോ പേര്. ജയിച്ചു വന്ന MLA-മാർ ഓരോരുത്തരും ഇങ്ങോട്ട് പറയുന്നതായിരിക്കും പേര്. കേരളത്തിലെ ആർജവമുള്ള MLA-മാരാണ് ഈ ജനങ്ങളുടെ ഔചിത്യത്തോടു കൂടി പറയാൻ ഉദ്ദേശിച്ച MLA-മാരാണ് വന്നതെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾ V.D. സതീശനെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പം അതിലൊരു റിസൾട്ട് കേന്ദ്രത്തിൽ എത്തുമെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഇന്നയാൾ KC വേണുഗോപാലിനെ പേടിച്ചിട്ട് KC വേണുഗോപാലിൻ്റെ പേര് പറയും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പേടിച്ചിട്ട് രമേശ് ചെന്നിത്തലിൻ്റെ പേര് പറയും, V.D. സതീശനെ പേടിച്ച് V.D. സതീശൻ്റെ പേര് പറയുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അവർക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുടെ പേര് അവിടെ പറയും. ആ ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അധികം താമസിക്കാതെ തന്നെ. കാരണം ആ രീതിയിലൊരു പക്ഷേ ഞാൻ വേറൊരു സംഭവം കാണുന്നുണ്ട്. എന്താ അറിയോ, ജനപിന്തുണ എന്ന് പറയുന്നൊരു സാധനം എനിക്ക് മാത്രമാണ് ഉള്ളത് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ 3 നേതാക്കന്മാരും കാര്യമായി പേടിയെടുക്കുന്നത് നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ പല ജില്ലകളിൽ KC വേണുഗോപാലിന് നല്ല
പിന്നെ ബലമുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ കെ സി വേണുഗോപാലിൻ്റെ ഫ്ലക്സ് കാണാം. രമേശ് ചെന്നിത്തലയ്ക്ക് ബലമുള്ള സ്ഥലങ്ങളിൽ പോയാൽ രമേശ് ചെന്നിത്തല ഫ്ലക്സ് കാണാം. വി ഡി സതീശൻ്റെ ബലമുള്ള സ്ഥലങ്ങളിൽ പോയാൽ അല്ലെങ്കിൽ അണികളുള്ള സ്ഥലത്ത് പോയാൽ വി ഡി സതീശൻ്റെ ഫ്ലക്സ് കാണാം. വി ഡി സതീശൻ്റെ പിടിപാടുള്ള സ്ഥലമായ എറണാകുളത്ത് വരുമ്പോൾ വലിയ ഘോഷയാത്ര കാണാം. രമേശ് ചെന്നിത്തലയ്ക്ക് പിടിപാടുള്ള പിന്നെ ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ വലിയ ഘോഷയാത്ര കാണാം. കെ സി വേണുഗോപാലിന് പിടിപാടുള്ള ഡൽഹിയിൽ കാണുമ്പോൾ അവിടെ വലിയ ഘോഷയാത്രയും സ്വീകരണവും കാണാം. ഇത് അവരവരുടെ ജനഹിതം അവർക്കൊപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ 3 പേരും ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പക്ഷേ ഞാൻ വിചാരിക്കുന്നതും നിങ്ങൾ വിചാരിക്കുന്നതും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും വിചാരിക്കും AICC തീരുമാനിക്കും എന്നുള്ളത് തന്നെ. അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ എവിടെയാണോ അധികാരം, ആരുടെ കയ്യിലാണോ അധികാരം ഉണ്ടാകുക, അവിടേക്ക് എല്ലാ നേതാക്കന്മാരും ചുരുങ്ങുന്നതാണ് എക്കാലവും കണ്ടിട്ടുള്ളത്. അതിനകത്ത് വളരെ കുറച്ച് നേതാക്കന്മാർ മാത്രമായിരിക്കും പ്രതിപക്ഷത്ത് നിന്ന് ശക്തമായി അന്ന് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഉള്ള കാലത്താണെങ്കിൽ എ ഗ്രൂപ്പ് KPCC അല്ലെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാകുകയും ഐ ഗ്രൂപ്പ് സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായും എ ഗ്രൂപ്പ് ഭരിക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് രണ്ടായി നിൽക്കുകയും എന്തുണ്ടെങ്കിലും പ്രതിപക്ഷത്തെ പോലെയാണ്. കാരണം അവിടെ ഭരണപക്ഷം എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതിപക്ഷം സംസാരിക്കുന്ന പോലെയായിരിക്കും KPCCൻ്റെ ഭാഗത്തുള്ള സംസാരം. നമ്മൾ വി സുധീരനൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയാണ് നമ്മൾ ബാർക്കോഴയൊക്കെ ഉണ്ടായത്, എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ അങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളതും മുന്നോട്ട് പോയുള്ളൂ. ആ സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറച്ചും കൂടെ അധികാരത്തിൻ്റെ ഭാഗമാകുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ അടുത്ത കാലത്തായി കോൺഗ്രസിൽ കണ്ടുവരുന്നതും. അധികാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരോടും കൂടിയും സമം ചേരുന്ന ശൈലിയാണ് കോൺഗ്രസിൽ ഇപ്പോൾ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ആ ശൈലിയിലേക്ക് ഒരു മാറ്റം അടുത്ത കാലത്ത് പെട്ടെന്നൊന്നും ഇനി കോൺഗ്രസ് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നാളെ വരുന്ന AICCൻ്റെ തീരുമാനം, നാളെ വരുന്ന നിരീക്ഷകരുടെ തീരുമാനം തിരിച്ച് ഡൽഹിയിൽ ചെന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഇവിടുത്തെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ഡൽഹിയിലേക്ക് വിളിക്കും. രമേശ് ചെന്നിത്തല വിളിപ്പിക്കും, വി ഡി സതീശനെ വിളിപ്പിക്കും, കെ സി വേണുഗോപാലിനെ വിളിപ്പിക്കും, ഇവിടുന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വിളിപ്പിക്കും. എന്നിട്ട് ഇവരോട് ചർച്ച നടത്തിയിട്ട് ഒരാളുടെ പേര് അവിടെ പ്രഖ്യാപിക്കും. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ പ്രകടമാക്കും, ചിലപ്പോൾ പ്രകടമാക്കില്ല, ചിലപ്പോൾ ഞാൻ മാറി നിൽക്കുമെന്ന് പറയും, ചിലപ്പോൾ മാറി നിൽക്കില്ല എന്ന് പറയും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസ് ആയതുകൊണ്ട് ഏത് രീതിയിലാണെന്നൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. ആ രീതി അത് കാണുക എന്നുള്ളതല്ലാതെ നമുക്കിപ്പം ഇന്നയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അറിയാം എന്നുള്ളത്. ഈ സമരം നടത്തുന്ന നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർക്ക് വരെ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക എന്നുള്ളതിന് 80% ധാരണയുണ്ടാവും. പക്ഷേ എങ്കിലും ഒരു ഫൈനൽ ശ്രമം എന്നുള്ള നിലയിലേക്ക് അവർ ശ്രമം നടത്തുന്നു എന്നുള്ളത് മാത്രം. അതിനേക്കാൾ അപ്പുറം അതിനെ കാണേണ്ടതില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മത്സരം ഓട്ടം എന്നുള്ളത് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം മത്സര ഓട്ടത്തിനുണ്ടെങ്കിൽ ഒരു മത്സര ഓട്ടത്തിന് വലിയ ഗ്രൂപ്പ് എല്ലാ ഭാഗത്തിനെയും കൂടെ വേണമല്ലോ. അങ്ങനെ ഗ്രൂപ്പ് കാര്യമായിട്ട് എല്ലാവരെയും ഭാഗത്തില്ല. കുറച്ച് ആൾക്കാരുടെ കൂടെ വലിയ ഗ്രൂപ്പുണ്ട്, അവർ നന്നായിട്ട് ഓടുന്നുണ്ട്, ആ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു പകച്ചു നിൽക്കൽ CPM-ൻ്റെ ഭാഗത്ത് കാണുന്നുണ്ട്. ഒരു കാര്യം CPM അണികൾ മനസ്സിലാക്കേണ്ടത് 2016-ൽ 2011 തുടങ്ങി 2016 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ പരാജയപ്പെട്ടപ്പോൾ 49 സീറ്റിലേക്കാണ് പോയത്, അല്ലേ? 49 സീറ്റിലേക്കാണ് പോയത്. അന്ന് വലിയ രീതിയിൽ ആ ഭരിച്ച സർക്കാരിനെതിരെ നേതാക്കന്മാർക്കും അതിലെ അണികൾക്കെതിരെ വലിയമായ ശക്തമായ വികാരം വന്നു. ഇവർ വളരെ മോശമായിട്ട് ഭരിച്ചതുകൊണ്ടാണ് 2046 ഭരണം, തുടർ ഭരണം നമുക്ക് കിട്ടേണ്ടതായിരുന്നു, കിട്ടിയില്ല, നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തു, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു, നമ്മൾ കാലുവാരി പീഡന കേസിൻ്റെ ചോർത്തിയത് നമ്മൾ ഉള്ളിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആരോപണം വന്നു. ആ 49 സീറ്റിലേക്ക് കുറഞ്ഞു. 49 സീറ്റിലേക്ക് UDF മൊത്തത്തിൽ പറഞ്ഞു 21 സീറ്റിലേക്കോ 20 സീറ്റിലേക്ക് അങ്ങോട്ട് വന്നു. കോൺഗ്രസ് മാത്രം വന്നു. വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് വന്നത്. അവിടെ തിരിച്ചടി വന്ന സമയത്തും ഇതുപോലെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ്. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് എന്താണ്? നമ്മളെല്ലാവരും പറഞ്ഞത് BJP-യിലേക്ക് പോവുകയാണ്, കേരളത്തിൽ BJP വളരാൻ പോവുകയാണെന്നുള്ള രീതിയിലേക്ക് എല്ലാ സംവിധാനം വന്നു. ഒന്നും സംഭവിച്ചില്ല. 2021 തുടർഭരണം വന്നു. എന്തെങ്കിലും സംഭവിച്ചോ? ഇതേപോലെ തന്നെ 41 സീറ്റിലേക്ക് വന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ പരാജയം എന്ന് പറയുന്ന സാധനം, ഇനി ഒരു വിജയം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെയും സഹായിച്ചവരെയും സപ്പോർട്ട് ചെയ്തവരെയും കൂടെ നിൽക്കുന്നവരെയും എല്ലാം തള്ളിപ്പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഈ പറയുന്ന സംവിധാനത്തെ തകർത്ത് കളഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വേറെ എവിടെന്നെങ്കിലും ഒരു ആകാശത്ത് നിന്ന് ഒരു രക്ഷം വന്ന് നിങ്ങളെല്ലാം രക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരം. നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം വരുമ്പോഴത്തേക്കും വന്ന് ആക്രമിക്കുകയാണ്.
അയ്യോ ഇത് രക്ഷിക്കാൻ, കാരണം പരാജയപ്പെടുന്നവനെ വിജയിക്കാൻ കഴിയുള്ളൂ. പരാജയപ്പെട്ടവൻ്റെ വിഷമേ അവനെ തിരിച്ചു വരാനുള്ള ഊർജ്ജം ഉണ്ടാവുള്ളൂ. ആ ഊർജ്ജത്തിൽ നിന്ന് കയറി വരാൻ കഴിയണം. അവിടെ ഏറ്റവും സീനിയറായ നേതാവുള്ള സമയത്ത് ജൂനിയറെ കൊണ്ടുവന്ന് നിർത്തി അതിനെ പിടിച്ചെടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനനുസരിച്ച് പറ്റിയ ആൾക്കാരെ കണ്ടെത്തി അതിനനുസരിച്ച് ഇപ്പം 2021 ഈ തോൽവി ഉണ്ടായിരുന്നു എന്തു പറഞ്ഞേനെ. 2021 കോവിഡിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കോവിഡ് ഉണ്ടായിട്ടില്ല, നോർമൽ സമയമാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രം അനുസരിച്ച് ഇന്ന് വരെ ഒരാൾക്ക് തുടർഭരണം കൊടുത്തിട്ടില്ല. 2021 തന്നെ തോൽക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ കോവിഡ്, നമുക്കെല്ലാ കോവിഡ് വന്നും അതിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്. വലിയ രീതിയിലുള്ള ഗുണം ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളതുകൊണ്ട് തുടർഭരണം വന്നുള്ളൂ. അന്ന് തോറ്റിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? നോർമൽ ഒറ്റ വാക്കിൽ അവസാനിച്ചേനെ. എന്താണ്? കേരളത്തിലെ ചരിത്രം അനുസരിച്ച് എല്ലാ വർഷവും 5 വർഷം മാറി മാറി കൊടുക്കുക എന്നുള്ളതാണ് എന്നേ അന്ന് പറയുള്ളായിരുന്നു. ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്ന് പറയുന്നത് 10 വർഷം തുടർഭരണമുണ്ട്, 15ാമത്തെ വർഷവും തുടർഭരണം കിട്ടണം എന്ന് വിചാരിക്കുന്നതിൽ നിന്നാണല്ലോ നമുക്ക് ഈ തോൽവിൻ്റെ ആഘാതം വലുതായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെ ശക്തമായി നിലപാടെടുത്ത് മുന്നോട്ട് പോവുക. എന്നിട്ട് ഒറ്റക്കെട്ടായി നിന്നിട്ട് സംവിധാനങ്ങളിൽ, കാരണം 5 വർഷം കഴിഞ്ഞിട്ട് ഇനി ആര് എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് ഈ ടെൻഷൻ അടിക്കുന്നത് മുഴുവനും കേട്ടോ. 62 ലക്ഷത്തിലധികം അണികൾ കേരളത്തിലെ CPM-ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. 20 ലക്ഷത്തിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ പറയുന്നത് തകർന്ന് തരിപ്പണമായി 10, 30, 20 ലക്ഷം ആൾക്കാർ ഈ ശതമാനം വെച്ച് നോക്കുമ്പോൾ 21% കിട്ടിയിട്ടുള്ളൂ. മൊത്തം 37% കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് വെച്ച് നോക്കുന്നതിനേക്കാൾ അടക്ക് 1 കോടി ആൾക്ക് കിട്ടി. 1 കോടി UDF-ന് കിട്ടി. 80 ലക്ഷത്തോളം LDF-നും കിട്ടി. ഏകദേശം 20-22 ലക്ഷത്തിൻ്റെ വ്യത്യാസം മാത്രമുണ്ട്. ഈ 22 ലക്ഷം ആൾക്കാരെ അവരും എന്ന് പറയുന്നത് പാർട്ടി കേഡർ മാത്രം ആയിക്കോണമെന്നില്ലല്ലോ. പൊതുജനങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ്. നിഷ്പക്ഷമായ 25% ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ്ങാണ്. അവർ ഏത് സ്ഥലത്തേക്കും വോട്ട് ചെയ്യും എന്നാണ് നമ്മൾ പണ്ട് കാലം തുടങ്ങി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരാരെ കൂടെ നിൽക്കുന്നോ അവൻ കേരളം ഭരിക്കുമെന്നുള്ളതാണ്. ആ സ്വിങ് സംവിധാനത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം മുന്നോട്ട് വരാനുള്ള ശക്തമായ പ്രവർത്തനം വെച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിനല്ലാതെ കുറ്റപ്പെടുത്തൽ കൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും കാരണം വീഴ്ചയിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. എല്ലാ കാലത്തും ആര് വീണാലും അവൻ കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവൻ ആ കുറ്റപ്പെടുത്തലിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ അതിജീവനത്തിൻ്റെ ഭാഗമാണെന്ന് ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പം 2021 രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അവസ്ഥയല്ലായിരുന്നോ? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്താ? രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചത് മുഴുവൻ അബദ്ധമായതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല മാറ്റി നിർത്തിയത്. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചില്ലേ? അദ്ദേഹം ഇന്ന് MLA ആയി തിരിച്ചു വന്നിട്ടില്ലേ? അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ചയിൽ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് ഈ രമേശ് ചെന്നിത്തലയല്ലേ? അപ്പോൾ പരാജയത്തിൽ കണ്ട് പേടിക്കേണ്ട, വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഊർജ്ജം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഡെവലപ്പ് വേണം. മത്സര ഓട്ടത്തിലോ നേതാക്കൾ മുഖ്യമന്ത്രിയാവാൻ എന്നാണ് ചോദ്യം. മധു, ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഓടുന്ന വണ്ടിയിൽ സമാധാനമായിരിക്കുക എന്നുള്ളതാണ്. ഈ വണ്ടി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഓടുന്ന വണ്ടിയിൽ സമാധാനമായി ഇരുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്നുള്ളത്. ചാടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഇനി അഥവാ ചാടി എണീക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യം തെറ്റും, നമ്മൾ താഴെ വീഴും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമാധാനമായി ഇരിക്കാനുള്ള, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള, നാളെ ഈ നിയമസഭാ കക്ഷി യോഗം ചേരാനുള്ള കോൺഗ്രസിൻ്റെതായ രീതിയിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാവകാശം കോൺഗ്രസിന് അനുവദിച്ചു കൊടുക്കുക എന്നാണ്. അതിൽ ചെയ്യാൻ കഴിയുന്നത് അത് വളരെ മാന്യമായ ഭാഷയിൽ ഇന്ന് VD സതീശൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ സ്വാഭാവികമാണ്, കേരളമാണ്, ചർച്ച ചെയ്യപ്പെടും. അതിപ്പോൾ നമ്മൾ CPM-ന്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരെ എന്നുള്ളത് ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യം മാത്രമല്ല, അത് കേരളത്തിൻ്റെ പൊതുവിചാരവും പൊതുരാഷ്ട്രീയ ചിന്തയുമാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും അതിലേക്ക് ചർച്ചകൾ പോകും എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, 3 നേതാക്കളുണ്ട്. 3 നേതാക്കൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും. ഈ 3 നേതാക്കളും അവരുടെ മുഖ്യമന്ത്രി ആകാനുള്ള താല്പര്യങ്ങളും അതിനുവേണ്ടി അവർ നടത്തുന്ന പ്രചാരണങ്ങളും അതിനുവേണ്ടി അവർ നടത്തുന്ന തയ്യാറെടുപ്പുകളും ഇതൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവോൾവ് ചെയ്തു വന്ന ഒരു പ്രത്യേക സാഹചര്യമല്ല, ഒരു പുതിയ സാഹചര്യമല്ല എന്നത് ഒന്നുകൂടി അതറിയാവുന്നതാണ്, അറിയില്ല എന്ന് നടിക്കുന്നതാണ്. അതൊന്നുകൂടി നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവെക്കേണ്ടതുണ്ട്. കോൺഗ്രസ് ഇങ്ങനെയാണെന്നും കോൺഗ്രസിൽ 3 നേതാക്കൾ മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അതിലൊന്ന് VD സതീശനും, ഒന്ന് രമേശ് ചെന്നിത്തലയും, ഒന്ന് KC വേണുഗോപാലുമാണ് എന്നറിയാത്ത ആരെങ്കിലും കേരളത്തിൽ പത്രം വായിക്കുന്നവരിലുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായും അവരുണ്ടെന്നറിഞ്ഞുകൊണ്ടും അവർക്ക് ഈ മത്സരബുദ്ധി ഉണ്ടെന്നറിഞ്ഞുകൊണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ജയിച്ചാൽ ഈ മത്സരം കടുത്തതാകുമെന്നുള്ളതും സാധ്യമായ 18 അടവും മുഖ്യമന്ത്രിയാകാൻ ഈ 3 പേരും പയറ്റും എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അതല്ലാതെ അല്ലല്ലോ.
അപ്പുറത്ത് ഒരു ലീഡർ മാത്രം. അപ്പോൾ ലീഡേഴ്സ്, അപ്പോൾ 3 പേർ മത്സരിക്കും, ഒരാൾ മത്സരിക്കില്ല എന്നതാണ് പ്രഥമ പരിഗണനയെങ്കിൽ സ്വാഭാവികമായും ഇവിടെ LDF ജയിച്ചേനെ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ തനത് സവിശേഷതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ബുദ്ധിയുള്ളവർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതെങ്കിൽ അവരതങ്ങ് സഹിച്ചോളും എന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. നോക്കൂ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ ഡോക്ടർ അരുൺകുമാർ സ്മൃതി മാത്തയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, കേരളത്തിലെ 2 സാമുദായിക ശക്തികളുടെ പിന്തുണ KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. 2 പേരും മനസ്സോടുകൂടി തള്ളുന്ന ഒരാൾ VD സതീശനാണ്. ഫസ്റ്റ് ക്വാളിറ്റി അതാണ് എന്ന് ഞാൻ പറയും. ആദ്യത്തെ പോസിറ്റീവ് ഫാക്ടർ അതാണ് എന്ന് ഞാൻ പറയും. 2 പേരുടെയും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിലപാട് എന്താണെന്ന് സ്മൃതി മാഡം പറയുകയും ചെയ്തു. LDFന് തുറന്ന പിന്തുണ ഒരു തവണ പെരുന്നയിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 3 തവണ മുഷ്ടി ചുരുട്ടി 3-ാം ഊഴം ഉണ്ടാകുമെന്ന് പറഞ്ഞ സാമുദായിക നേതാവിൻ്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് യോഗ്യത മറ്റ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മറ്റ് 2 നേതാക്കളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അത് VD സതീശൻ വിരുദ്ധത എന്നല്ലാതെ മറ്റൊന്നും അതിൽ പറയാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല നോക്കൂ, ഈ NDTVയുടെ ഹെഡ്ലൈൻ എന്താണെന്നറിയാം? ഇന്നത്തെ ഒരു പ്രത്യേക ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈൻ ഇതാണ്: ഹൗ VD സതീശൻ ടേൺഡ് എ ഡിഫീറ്റഡ് അലയൻസ് ഇൻടു എ വിന്നിംഗ് ഫോഴ്സ് എന്നതാണ്. അപ്പോൾ VD സതീശന് അങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന പതിറ്റാണ്ടുകൾ കേരളത്തിലെ നേതാക്കൾ ഈ സാമുദായിക ശക്തികൾ വിചാരിച്ചാൽ തങ്ങളുടെ രാഷ്ട്രീയ കരിയർ തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് പോന്നിരുന്നു. പക്ഷേ സതീശൻ അപ്പിയേർഡ് വില്ലിംഗ് ടു ചേഞ്ച് ദാറ്റ് ഐഡിയ എന്നാണ് ആ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പെരുന്നയിൽ നിന്ന് അനുഗ്രഹിക്കുമെന്നോ വെള്ളാപ്പള്ളി നടേശൻ അനുഗ്രഹിക്കുമോ എന്ന് വിചാരിച്ചിട്ടല്ല ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് VD സതീശൻ ഇറങ്ങിയതെങ്കിൽ അതൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ്. പിന്നെ ഈ മുഖ്യമന്ത്രി പോരാട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ DNA ഉള്ളതാണ് എന്നൊന്നും പറയേണ്ടതില്ല. നമുക്ക് AK ആന്റണി 2 തവണ MLA ആയി മത്സരിക്കാതെ മുഖ്യമന്ത്രിയായ ചരിത്രം അറിയാവുന്നതാണ്. ഒന്ന്, 2 തവണയും K. കരുണാകരനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്ന് രാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട്. ഈ 2 തവണയും AK ആന്റണിയെ നിർബന്ധിച്ചാണ് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കാരണം. അന്ന് ഈ പറയുന്ന നിരീക്ഷകർ വന്ന സമയത്ത് അവരോട് ചോദിച്ചു, AK ആന്റണിയോട് അഭ്യർത്ഥന നടത്തുകയാണോ അതോ നിർദ്ദേശിക്കുകയാണോ ചെയ്തതെന്ന് ചോദിച്ചപ്പം അനുസരിക്കുകയാണെങ്കിൽ അഭ്യർത്ഥനയാണ്, നിരാകരിക്കുകയാണെങ്കിൽ അത് കൽപ്പനയാണ് എന്നാണ് നിരീക്ഷകർ പറഞ്ഞത്. അതായത് ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ 37-ാമത്തെ വയസ്സിൽ അദ്ദേഹം കഴക്കൂട്ടത്ത് മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് 37-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയാകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വിമുഖത കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസ് ലീഡേഴ്സും ജീവിച്ചതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതുമായ പ്രസ്ഥാനവും സംസ്ഥാനവുമാണ് കേരളം എന്നത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നത് പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 പേരുടെ ക്വാളിറ്റി എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2021 തുടർഭരണം CPM നേടിയ സമയത്ത് തുടർ പരാജയം UDFന് ഉണ്ടായ സമയത്ത് ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ഏൽപ്പിച്ച ആളാണ് VD സതീശൻ. സ്വാഭാവികമായും ആ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ അതിൽ അദ്ദേഹത്തിന് വളരെ നാച്ചുറലായ ഒരു ക്ലെയിം ഉണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. രമേശ് ചെന്നിത്തല മോശപ്പെട്ട നേതാവാണെന്ന് എനിക്ക് പക്ഷമില്ല. രമേശ് ചെന്നിത്തല നല്ല ലീഡറാണ്, നന്നായിട്ട് രാഷ്ട്രീയം പറയാൻ കഴിയും, ഈ പറയുന്ന നയചാതുരിയുള്ള നേതാവാണ്, ഒരു മനസ്സിലൊരു നന്മയൊക്കെ ഉള്ള നേതാവാണ്. ഇതൊന്നും മറ്റുള്ളവർക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. സ്നേഹമുള്ള മനുഷ്യനാണ്, കൂടെ നിൽക്കുന്നവരെ ഒപ്പം നിർത്തുന്ന ആളാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയിൽ നിന്ന് ആ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് എടുത്ത് VD സതീശന് കൊടുക്കുന്നത്. സ്വാഭാവികമായും ട്രസ്റ്റ് കൂടുതൽ VD സതീശനായിരുന്ന ട്രസ്റ്റ് അദ്ദേഹം പാലിച്ചു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി KC വേണുഗോപാൽ ഈ ഇലക്ഷൻ്റെ പാറ്റേൺ ആണ്. അദ്ദേഹം ഡൽഹിയിലിരുന്ന് നിയന്ത്രിച്ചു, ഹൈക്കമാൻഡിന്റെ മുഴുവൻ സംഘടനാ സംവിധാനവും ഇവിടെ ചെലവഴിച്ചു, ഫണ്ട് കൊണ്ടുവന്നു, ഈ പറയുന്ന വിമത ശബ്ദത്തെ ഇല്ലാതാക്കി അത് സ്നേഹരൂപേണയും കെട്ടിപ്പിടിച്ചും ഒക്കെ മാറ്റി. ശരിയാണെന്നേ, ഇതൊക്കെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വമാണ്. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. അദ്ദേഹം ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ ചെലവഴിക്കണം, അദ്ദേഹം ഇലക്ഷൻ്റെ പാറ്റേൺ ആകണം. അത് കേരളത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് ഇലക്ഷൻ നടന്ന എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ചുമതല അങ്ങനെ തന്നെയാണ്. 2016 തന്നെയല്ലേ അസമിൽ ഈ പറയുന്ന സർക്കാരിന് പുറത്തേക്ക് പോകേണ്ടി വന്നത്? അസമിൻ്റെ ഒരു ചരിത്രം നോക്കൂ നമ്മൾ. അസം യുണൈറ്റഡ് മുസ്ലിം പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മാറി മാറി ഭരിച്ച ചരിത്രമാണ് അസമിനുള്ളത്. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാത്രം ജനതാ പാർട്ടി 2 തവണ ഭരിച്ചു, അല്ലാതെ അവിടെ BJP ഉണ്ടായിട്ടില്ല. പിന്നീട് തിരിച്ചു വന്ന് ഈ പറയുന്ന തരുൺ ഗൊഗോയ് 2014 ഇറങ്ങി 2 തവണ മാത്രമാണ് BJP ഭരിച്ചത്. കേരളത്തിനൊപ്പം അധികാര നഷ്ടം വന്ന സംസ്ഥാനം. അവിടെ എന്തുകൊണ്ടാണ് പാറ്റേൺ ആവാതിരുന്നത്? അവിടെ എന്താ ഫണ്ട് കൊണ്ട് കൊടുക്കാതിരുന്നത്? അവിടെ കോൺഗ്രസിന് അനുകൂലമായ സംഘടനാ സംവിധാനവും ജനപ്രിയരായ നേതാക്കളും ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ VD സതീശനെ അനുകൂലിക്കുന്നവർ. ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഈ പറയുന്ന പോസ്റ്റർ വാറിൽ ഉള്ള തിയറി തന്നെയാണ്. അപ്പോൾ അവിടെ സാധ്യമാകാതിരുന്നത് ഇവിടെ സാധ്യമാകുമ്പോൾ അതിൻ്റെ മാത്രം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ അസമിലെ പരാജയത്തിന് ഉത്തരവാദിത്വം ഇല്ലേ?
അതും സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിക്ക് ഉത്തരവാദിത്വമുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ അവിടെ സാധ്യമാകാത്തത് ഇവിടെ സാധ്യമാകുന്ന സമയത്ത് ഇവിടെ വേറൊരു ഫാക്ടർ ഉള്ളത് വി ഡി സതീശനാ. അത് അംഗീകരിക്കാൻ കൂടി പഠിക്കുന്നത് നന്നായിരിക്കും എന്നത് എനിക്ക് പറയാനുണ്ട്. പിന്നെ അങ്ങ് CPM-ന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് പറയണമെങ്കിൽ ഇന്ന് ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇന്ന് പാർട്ടി സെക്രട്ടറി വന്ന് വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം തോട്ട് പ്രൊവോക്കിംഗ് ആണ്. എന്താണെന്നറിയാമോ അദ്ദേഹം പറഞ്ഞത്? അല്ല, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ സഖാക്കൾക്ക്, അണികൾക്ക് നിർഭയത്വത്തോടു കൂടിയ അഭിപ്രായ പ്രകടനം നടത്താമെന്ന്. അപ്പൊ ഇത്രയും കാലോ ഈ പ്രശ്നത്തെക്കുറിച്ച് നിർഭയത്വത്തോടു കൂടി സഖാക്കൾക്ക് അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അപ്പൊ ഇത്രയും കാലം ഈ പാർട്ടിയിൽ ഇത് ഉണ്ടായിരുന്നില്ലേ? അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന്റെ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിലാ പറയുന്നത്, പൊതുമാനദണ്ഡമായിട്ടല്ല. തെരഞ്ഞെടുപ്പിന്റെ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി പറയാ നിർഭയത്വത്തോടു കൂടി പറയൂ എന്ന്. അപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല എന്നൊരു ചോദ്യം എനിക്കുണ്ട്. ഓക്കെ, എനിക്ക് മധു പറഞ്ഞ പോയിന്റിൽ നിന്ന് തുടങ്ങാം. വി ഡി സതീശൻ NSSന്റെ ഓഫീസിൽ പോയത് എന്തിനാണ്? സുകുമാരൻ നായർ പറഞ്ഞതനുസരിച്ച് എന്തിനാ? വി ഡി സതീശന് സുകുമാരൻ നായരുടെ NSSന്റെ വോട്ട് വേണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് വി ഡി സതീശൻ സുകുമാരൻ നായരുടെ ഓഫീസിൽ? നമുക്ക് സംസാരിക്കേണ്ട, കാണണ്ട എന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സഭ ഞാൻ സ്മൃതി പറഞ്ഞതിനല്ല, ഞാൻ മാധു പറഞ്ഞതിനാണ്. അപ്പോൾ ഒരു ഭാഗത്ത് NSSന്റെ ഓഫീസിൽ പോവും, രാത്രിയിൽ ഔദ്യോഗിക കാർ ഒഴിവാക്കി തട്ടിൽ പിതാവിനെ കാണാനും പോകും. അതിനുശേഷം സമുദായ നേതാക്കളുടെ കാര്യം പറയുമ്പോൾ, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആ നിലപാടെടുത്തു. ആ നിലപാടിനോടൊപ്പം തന്നെയാണ് കേരളം നിന്നത്, അക്കാര്യത്തിലൊരു സംശയമില്ല. കാന്തപുരം വിഭാഗത്തിൻ്റെ പരിപാടിയിൽ പോയി അദ്ദേഹം നടത്തിയ പ്രസംഗവും വൈറലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു. ഓക്കെ, അതായത് അങ്ങ് ഈ ചർച്ചയിൽ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ്, അതായത് കേരളത്തിലെ രണ്ട് സാമുദായിക നേതൃത്വത്തിന് ഒരുപോലെ അനഭിമതനാകുന്നത് വി ഡി സതീശനും ഒരുപോലെ അഭിമതരാകുന്നത് ചെന്നിത്തലയും KC വേണുഗോപാലുമാണ് എന്ന് പറഞ്ഞെടുത്താണ് ഞാനതൊരു പ്ലസ് പോയിന്റ് അതൊരു ഫാക്ട് അല്ലേ? അല്ല, അദ്ദേഹം വോട്ട് തേടിപ്പോയോ? വോട്ട് തേടി പോവുകയും അങ്ങ് പറഞ്ഞതുപോലെ വോട്ട് വാങ്ങുകയും ചെയ്തെങ്കിൽ അഭിമതനാകുമായിരുന്നു. ഈ പറയുന്ന താല്പര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയായിരുന്നെങ്കിൽ അഭിമതനാകുമായിരുന്നു. അനഭിമതനാകുന്ന ഇടത്താണ് ഞാൻ അല്ലല്ല, ഞാൻ എന്താ സ്മൃതിയോട് ചോദിച്ച ചോദ്യം ഇതാണ്. സാഹചര്യം, ദാറ്റ്സ് എ റിയാലിറ്റി. ഞാൻ അതിനകത്ത് എന്റെ അഭിപ്രായം പറഞ്ഞതല്ല. അല്ല, ആയിക്കോട്ടെ, അവിടെ ഞാൻ പറഞ്ഞത് അത് പോസിറ്റീവ് ഘടകമാണെന്ന് അതുകൊണ്ടാണ് അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് കൂടി പറഞ്ഞത്. ഇതുകൂടി പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരേ സമയത്ത് അവിടെ പോകുന്ന സമയത്ത് അത് യോഗ്യതയാണെന്ന് പറയണമെങ്കിൽ പോവാതിരിക്കണമെന്ന് തോന്നിയത് ഞാൻ പറയുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ എന്റെ വിയോജിപ്പ്. അല്ല, അതുകൊണ്ടാണല്ലോ എനിക്ക് അതിനോട് വിയോജിപ്പുള്ളത്. ഒരേ സമയം സമുദായത്തിനടുത്ത് പോയി വോട്ട് ചോദിക്കുകയും പിന്നീട് അതിനുശേഷം സമുദായങ്ങൾ തള്ളിപ്പറയുമ്പോൾ യോഗ്യതയാണെന്ന് പറയുകയും ചെയ്യുന്നതിനകത്ത് കാര്യമില്ലെന്നേ പറഞ്ഞു. ഞാൻ ഇടവേള ഈ NSS സുകുമാരൻ നായർ കേരളത്തിലെ ഈ ഇലക്ഷനിൽ സമദൂര നിലപാട് സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തെ വി ഡി സതീശൻ പോയി കണ്ടില്ല എന്നുള്ളതിന് കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരെല്ലാം പോയി കണ്ടു. എല്ലാ നായർ നേതാക്കന്മാർ, എല്ലാ കോൺഗ്രസിന്റെ നായർ നേതാക്കന്മാർ പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്ന കേട്ടാൽ NSSന്റെ വോട്ട് കോൺഗ്രസിന് കൊടുത്തു നായർ പറഞ്ഞ പോലെയാണ്. പറഞ്ഞിട്ടില്ല. അല്ല, എല്ലാവരും പോയതുകൊണ്ട് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അത് അത്രേ ഉള്ളൂ. അല്ല, കോൺഗ്രസിന് വോട്ട് കിട്ടിയിട്ടില്ല, NSSന്റെ SNDP വോട്ട് കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പിലാണല്ലോ വി ഡി സതീശൻ മോശം. മുഖ്യമന്ത്രി ചർച്ചയിലാണല്ലോ സംഘടനാ നേതൃത്വം ഒരേ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ തോൽപ്പിക്കണമെന്ന് NSSന്റെ സംഘടനാ നേതൃത്വം പറഞ്ഞ ആ നേതാവ് ഇപ്പോൾ നിയമസഭയിലിരിക്കും. പേര് KN ബാലഗോപാൽ എന്ന. ഇവരെക്കാൾ യോഗ്യത KN ബാലഗോപാലൻ എന്ന. വേണ്ടല്ലോ, പക്ഷേ KN ബാലഗോപാലിനെ മാത്രമേ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് സംഘടനാപരമായി എടുത്ത നിലപാടാണ്. വ്യാഖ്യാനം കൊണ്ട് സംഭവിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ചർച്ചയുമായി അത് ശരി, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മത്സരയോട്ടത്തിലാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയാവാൻ എന്നുള്ളതാണ് ചോദ്യം. മത്സരയോട്ടത്തിലാണ്. അതിൽ എന്തെങ്കിലും തെറ്റ് ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം അതൊരു കേഡർ പാർട്ടിയൊന്നും അല്ല. അത് ഇങ്ങനെ തന്നെയാണ്. നേതാക്കളും നേതാക്കൾക്കൊപ്പമുള്ള പ്രവർത്തകരും ഒക്കെ അവരവരുടേതായ നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രിഫറൻസ് അറിയിക്കും. ഇവിടെ 3 പേർ മത്സരിക്കാൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, 3 മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത്. സമുദായ നേതാക്കൾ പറയുന്നത് 2 പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാണ് അനുഭവ സമ്പത്ത്, മറ്റൊന്നാണ് സീനിയോറിറ്റി. ഇതാണ്
NSSന്റെ ഭാഗത്തു നിന്ന് വരുന്നത്, SNDPയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണവും KC വേണുഗോപാലിനെ തുണച്ചുകൊണ്ടുള്ള വിജയശില്പിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഇലക്ഷനിൽ തുടക്കം മുതൽ തന്നെ പറഞ്ഞ എൻ്റെ നിലപാടുണ്ട്. KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ മാനേജറായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മെൻറ്ററായിരുന്നു KC വേണുഗോപാൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ആസാമിലേക്ക് പണം ഒഴുക്കാത്തത്. ആസാമിലേക്ക് പണം ഒഴുക്കി, പക്ഷേ പ്രശ്നം എന്താ, ആസാമിൽ പോയിട്ട് KC വേണുഗോപാലിന് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ മൊത്തം BJP തൂത്തുപറക്കിക്കൊണ്ടു പോകുന്ന സമയമാണ്. അവിടെ അതിന് ചുമതലയേൽപ്പിച്ചിട്ടൊരു നേതാവുണ്ടായിരുന്നു, ഈ ഗോഗോയിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. അനാവശ്യമായ വിവാദമുയർത്തി അവിടെ അത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് അതേ ഉള്ളൂ, അതാണ് അവിടുത്തെ അവസ്ഥ. പക്ഷെ കേരളത്തിലേക്ക് വളരെ കൃത്യമായി ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഇറങ്ങിയത്. അതിൽ KC വേണുഗോപാലിന്റെ റോൾ തള്ളിക്കളയാൻ കഴിയില്ല. രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെ ഓഫ് കോഴ്സ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ മത്സരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. മത്സരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനായതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനക്കാർക്ക് കൊടുക്കുന്ന കപ്പാണ് എന്നൊന്നുമില്ല. പകരം VD സതീശന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 61 വയസ്സുണ്ട്. 63 വയസ്സുണ്ട് KC വേണുഗോപാലിന്. 69 വയസ്സുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക്. ഇതിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൂന്ന് നേതാക്കൾക്കും എന്താണ് അയോഗ്യത എന്ന് ചോദിക്കും. ഫസ്റ്റ് അയോഗ്യതയായിട്ട് പറയുന്നത് എന്താ, ഇദ്ദേഹം നിയമസഭയിലേക്ക് ഇപ്പോൾ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ, നിയമസഭയിൽ വരേണ്ട കാര്യമില്ലല്ലോ, കേന്ദ്രത്തിൽ നിൽക്കുകയല്ലേ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. ഇതേ KC വേണുഗോപാലിനെ എങ്ങനെയാണ് നിയമസഭാംഗമായിരിക്കുന്ന സമയത്ത് ലോക്സഭാംഗമാക്കിയത്? അന്ന് ലോക്സഭാംഗമാക്കാമായിരുന്നു. 2006 ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ട് 2009 ഒന്നാം UPA സർക്കാർ ഉണ്ടാക്കുന്ന സമയത്ത്, രണ്ടാം UPA സർക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനുശേഷം 2009 ഇദ്ദേഹത്തെ കൊണ്ടുപോയി, ഇദ്ദേഹത്തെ ലോക്സഭയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ലോക്സഭയിലെത്തി അദ്ദേഹം അവിടെ മന്ത്രിയുമായിട്ടുണ്ട്. അപ്പോൾ അന്ന് നിയമസഭയിൽ നിന്ന് രാജിവെപ്പിച്ച് ലോക്സഭയിലേക്ക് KC കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ ചരിത്രം നേരത്തെ മാധു പറഞ്ഞതുപോലെ കഴക്കൂട്ടത്തും തിരൂരങ്ങാടിയിൽ നിന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ISRO ചാരക്കേസിന് ശേഷവും സാക്ഷാൽ AK ആന്റണി തന്നെ ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. EK നായർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. EK നായർ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്? മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ തോൽക്കുകയും സുശീല ഗോപാലൻ മത്സരിച്ച് സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തലശ്ശേരിയിൽ നിന്ന് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ EK നായർ മന്ത്രിസഭയിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ 3 ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ KCക്ക് നിലവിൽ MP സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച KCയെ അവിടെ നിന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ചരിത്രവും കീഴ്വഴക്കവും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു അയോഗ്യതയൊന്നുമല്ല, നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകുമ്പോൾ പാർലമെന്റ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമസഭാ കക്ഷി നേതാവാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജികരൊപ്പം ഉണ്ടാവണം. നിലവിൽ സാങ്കേതികമായി നിയമസഭാ സാമാജികർ ഏറ്റവും കൂടുതലുള്ളത് KCക്കൊപ്പമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, KC അധികാര സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് KCയെ ഭയന്നുകൊണ്ടാണ് ഈ MLA മാർ KCക്ക് അനുകൂലമായിട്ട് പറയാൻ സാധ്യതയുള്ളത്. വേണ്ട, KC നാളെ ആവുന്നില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് ഇവർ പറയാത്തത് എന്താ? രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് പറയാത്തതിൻ്റെ കാര്യം രമേശ് ചെന്നിത്തല ആവാൻ സാധ്യതയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയാതെ KC ഈ കളിക്ക് നിൽക്കുമെന്ന്? രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയാതെ, രാഹുൽ ഗാന്ധി ഇതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന എല്ലാ പ്രചരണങ്ങളും കഴിഞ്ഞ് MLA മാരുടെ ഭാഗത്തുള്ള അലൈൻമെൻറ്റും എല്ലാം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി KCയോട് പറയുകയാണ്, താങ്കൾ ഇപ്പോൾ ആവണ്ട, അതുകൊണ്ട് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും KCയുടെ അവസ്ഥ? KC ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും രാഹുൽ ഗാന്ധിയെ അറിയിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് കോമൺ സെൻസ് ഉള്ള ആർക്കും ബോധ്യമാവാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ നിരീക്ഷകർ വന്നിരിക്കുന്നത് അതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ, ആ വാക്കാണ് KC വേണുഗോപാൽ പറഞ്ഞത്, വ്യവസ്ഥാപിതമായ രീതിയിലാണ് പാർട്ടി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. എന്താ വ്യവസ്ഥാപിതമായ രീതി? കേന്ദ്ര നിരീക്ഷകരെ അയച്ചോ? കേന്ദ്ര നിരീക്ഷകരെ അയച്ചു. 2 നിരീക്ഷകരാണ്. നിരീക്ഷകരെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. പക്ഷേ ദീപദാസ് മുൻഷിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം VD സതീശനുണ്ട്. അതുകൊണ്ട് VD സതീശൻ MLA-മാരെ കാണുന്ന സമയത്ത് ദീപദാസ് മുൻഷി ഉണ്ടാവരുതെന്ന് പറഞ്ഞു. നിരീക്ഷകർ 2 പേരും മുഗൾ വാസ്നിക്കും അജയ് മാക്കനും തങ്കപ്പെട്ട നേതാക്കളാണ്. 3 പേരെ സംബന്ധിച്ചും അവരെക്കുറിച്ച് എതിരഭിപ്രായം ഇതുവരെയില്ല. നാളെ ഇവർ ഓരോ നേതാക്കളെയും കാണും. 43 മുതൽ 48 വരെ MLA-മാർ KCയുടെ പേര് നാളെ പറയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൽ കുറച്ച് നേതാക്കളുമായിട്ട് കുറച്ച് MLA-മാരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, KC ആകേണ്ടതാണ്. ഒന്ന്, KCയുടെ കേന്ദ്രത്തിൽ ഇത്രയും കാലം ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടിരുന്നു. ഇനി ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KCക്ക് കേരളത്തിലേക്ക് മടങ്ങിയേ മതിയാവൂ. അവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പുതിയ നേതാക്കളെ കൊണ്ടുവരണം. ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ മറ്റാൾക്കാരെ കൊണ്ടുവരേണ്ട സമയമാവുന്നു. ഇത് ആ ഘട്ടത്തിൽ KC കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ KC ഇതുവരെ സെർവ് ചെയ്തത് അത്ര മോശം കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 44 സീറ്റാണ് KC വേണുഗോപാൽ ഇവിടെ നിന്ന് ലോക്സഭയിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ചുമതലയുമായിട്ട് നോക്കൂ. അന്ന് 44 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥയിൽ നിന്ന് ഇതേപോലെ തെക്കും വടക്കും ഒക്കെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി നടന്ന് ചോഡോ യാത്രയടക്കം നടത്തി. അതിൻ്റെയൊക്കെ
ജോഡോ ആ ജോഡോ യാത്ര നടത്തിയതിന് ശേഷം അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഓടോ യാത്ര എന്ന് പരിഹസിച്ചു. നോക്കൂ, അതിന്റെ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് ആർക്കാ? അതിന് പിന്നിൽ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി അതിനകത്ത് കെ സിയുടെ പങ്കുണ്ടെന്ന് ആർക്കാ അറിയാത്തത്? അപ്പൊ കെ സി അതിനകത്ത് അയോഗ്യനാണ് എന്ന് ഞാൻ കരുതുന്നേയില്ല. കെ സിക്ക് സ്വാഭാവികമായും ദേശീയ തലത്തിൽ കോർഡിനേറ്റ് ചെയ്ത് ഇന്നിപ്പോൾ പാർട്ടിയെ അഭിമാനാർഹമായ തലത്തിൽ ഒന്നുമല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിലുണ്ടല്ലോ കോൺഗ്രസിന്, ആ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രോളുകൾ കണ്ടു. മറ്റ് നിയമസഭകളിൽ നിങ്ങൾ കെ സിയെ ചുമതല ഏൽപ്പിച്ചതാണ് പരാജയത്തിൻ്റെ കാരണം. ഇപ്പോൾ രാജസ്ഥാനിൽ പോയിട്ട് കെ സിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നാലോചിക്കുക. മധ്യപ്രദേശിൽ പോയിട്ട് കെ സിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കേരളത്തിൽ ഹോം ടൗണിൽ നോക്കൂ, സ്വപ്നതുല്യമായ വിജയമല്ലേ കൊടുത്തിരിക്കുന്നത്. 1960 ശേഷമുള്ള ഏറ്റവും വലിയ വിജയമാണ്. 1960 ശേഷമാണ് കോൺഗ്രസ് ഇത്രയും അധികം 65 സീറ്റ് അല്ലേ, 66 സീറ്റുകളിലേക്ക് എത്തുന്നത്. ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഓരോ സംസ്ഥാനത്തെയും ചുമതലയുണ്ട്. ഇവിടെ ദീപദാസ് മുൻഷിക്ക് കൊടുത്തതുപോലെ ഓരോരുത്തർക്കും കൊടുത്തു. ഇവിടെ ഹോം ടൗൺ ആയതുകൊണ്ട്, ഹോം സ്റ്റേറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഫീൽഡ് പരിചയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിസ്മയത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ചില നേതാക്കൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ 3 വിസ്മയങ്ങൾ, പ്രധാനപ്പെട്ട വിസ്മയങ്ങൾ, നമ്മൾ വിസ്മയം എന്ന പേര് വി.ഡി. സതീശൻ കൊടുത്തതാണെങ്കിലും ആക്ച്വലി വർക്കൗട്ട്. കർണാടക വിജയിപ്പിച്ചു. കർണാടക എങ്ങനെ ചെയ്ത്? തെലങ്കാന എങ്ങനെയാ? അവർക്ക് പവറുള്ള സ്ഥലത്തൊക്കെ വിജയിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഫീൽഡിൽ കളിക്കാൻ നിങ്ങൾക്കൊരു പ്ലെയർ ഉണ്ടെങ്കിൽ, അവിടെ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഉള്ളതുപോലെ നിങ്ങൾക്ക് അവിടെ കളിക്കാനുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ അവിടെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ വിസ്മയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, വി.ഡി. സതീശനാണ് വിസ്മയം എന്ന പേര് തന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിസ്മയം ആരാണ് കൊണ്ടുവന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലപ്പുഴയിൽ ജി സുധാകരനെ ഒപ്പം നിർത്താൻ ശ്രമിച്ച നേതാവാരാ? വി.ഡി. ആണോ? ഈ പറയുന്ന കെ സി തന്നെയാണ്, സംശയമൊന്നുമില്ല. ആലപ്പുഴയിൽ ഈ പറയുന്ന എ ഡി തോമസിനെ വിജയിപ്പിച്ചെടുക്കാൻ കാണിച്ച ബുദ്ധി 100% അത് കെ സിക്ക് അവകാശപ്പെട്ടതാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് എ ഡി തോമസ് ആദ്യമേ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. ദെൻ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉണ്ടായിരിക്കുന്ന വിസ്മയങ്ങൾ, ടി.കെ. ഗോവിന്ദൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയും വിസ്മയങ്ങൾ, അതിന് ചുക്കാൻ പിടിച്ചതും കെ സിയാ. യഥാർത്ഥത്തിൽ ഇനി തിരിച്ചുള്ളൊരു വിസ്മയമുണ്ട്. പി.കെ. ശശി ഒറ്റപ്പാലത്തിരിപ്പുണ്ട്. അപ്പോൾ വിസ്മയങ്ങൾ എന്ന പേരിലല്ല, വിസ്മയങ്ങൾ എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്ട്രാറ്റജിയും കെ സിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സംസാരിക്കുന്ന നേതാക്കളിലും ഈ പറയുന്ന MLA-മാരിലും ചില പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ ഏകദേശം കെ സിക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫാക്ച്വലായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ ഒട്ടും കുറച്ച് കാണാൻ പറ്റത്തില്ല. വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ വളരെ നിർജീവമായി കിടന്ന ഒരു സംഘടനയെ ഈ സംസ്ഥാന തലത്തിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിൽ സഭയ്ക്കും പുറത്തും നിന്നുകൊണ്ട് നേതൃത്വം നൽകിയ നേതാവിൻ്റെ പേര് വി.ഡി. സതീശൻ എന്ന് തന്നെ, ഒരു സംശയം വേണ്ട. ആ വി.ഡി. സതീശൻ നടത്തിയ ആ നീക്കങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രിസിഷനോടുകൂടിയാണ് അത് നടത്തിയിരിക്കുന്നത്. വളരെ ക്ലിനിക്കൽ പ്രിസിഷനോട് നടത്തിയ നീക്കവും അവിടെയുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ മികച്ച സ്ഥാനം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരുപക്ഷെ ധനകാര്യമന്ത്രിയോ ഈ ആസൂത്രണ മികവ് അദ്ദേഹം കാണിക്കേണ്ടത് കേരളത്തിന് തകർന്നിരിക്കുന്ന സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ വകുപ്പായിരിക്കും കിട്ടാൻ പോകുന്നതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാര്യം അദ്ദേഹത്തിന് MLA-മാരുടെ എണ്ണം എടുത്താൽ 5 ഉള്ളൂ. ഘടകകക്ഷികളൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും ഘടകകക്ഷികളുടെ കാര്യത്തിലുള്ള അഭിപ്രായം പരിഗണിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ഒരു ചരിത്രം കോൺഗ്രസിനില്ല. ഘടകകക്ഷികൾ മാത്രം പറഞ്ഞ് അങ്ങനെയല്ലല്ലോ കോൺഗ്രസ് ഇത്രയും അധികം സീറ്റ് കിട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനൊരു സ്വതന്ത്ര തീരുമാനമുണ്ട്. ആ സ്വതന്ത്ര തീരുമാനം ആരെയാണോ ഏൽപ്പിക്കുന്നത് അതായിരിക്കും. മറ്റൊന്ന് RC ആണ്, സീസൺ ഫോർ ഓൾ ലീഡർ എന്ന്, സീസൺ എന്നാണ് ഞാൻ പറയുന്നത്, ലീഡർ ഫോർ ഓൾ സീസൺ എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല. എല്ലാ സീസണിലും രമേശ് ചെന്നിത്തലയുടേതായ ഒരു ക്യാച്ചുണ്ട്. ഇപ്പോഴും 10-24 MLA-മാർ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുണ്ട്. എണ്ണത്തിൽ മാത്രമല്ല കാര്യം, അദ്ദേഹത്തിൻ്റെ പക്വതയാർന്ന പെരുമാറ്റം അത് തന്നെയാണ് ഇന്നിപ്പോൾ വിവിധ സമുദായ നേതാക്കളും എല്ലാവരും എതിരഭിപ്രായം ആ രീതിയിൽ വരാത്ത ഒരു നേതാവാണ്. വളരെ സൗമ്യനാണ് എന്ന കാര്യത്തിൽ കോവിഡ് ഇല്ലായിരുന്നു 21 മുഖ്യമന്ത്രിയാണ്. എന്താണ് കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ 2021 മുഖ്യമന്ത്രിയുമാണ്. നിർഭാഗ്യവശാൽ അതെല്ലാം കൂടി ഈ രമേശ് ചെന്നിത്തലയുടെ മുകളിലേക്ക് ഇട്ടുകൊടുത്തു. നോക്കൂ, അന്ന് രമേശ് ചെന്നിത്തല ഉയർത്തിയ വിഷയങ്ങൾ അതിൻ്റെ തുടർച്ചയെന്ന നിലയിലല്ലേ വി.ഡി. സതീശൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഈ സർക്കാരിനെതിരെ ഉന്നയിച്ച വിഷയങ്ങളിൽ എത്ര വിഷയത്തിലാണ് കോടതിയിൽ വി.ഡി. സതീശൻ തോറ്റുപോയത്? എത്ര വിഷയത്തിലാണ്? ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ നടത്തിയതും പിന്നീട് കോടതിയിൽ നടത്തിയ പോരാട്ടത്തിലും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണോ എന്ന് കോടതിയിൽ നിന്നുള്ള പരാമർശം ഏൽക്കേണ്ടി വന്നിട്ടില്ലേ വി.ഡി. സതീശന്? രമേശ് ചെന്നിത്തലയ്ക്ക് ചുരുങ്ങിയ പക്ഷം കേസ് തോറ്റുപോയി എന്നല്ലേ ഉള്ളൂ. സ്പ്രിംഗ്ലറിൻ്റെ വിഷയമാണെങ്കിലും ശരി, മറ്റു വിഷയങ്ങളാണെങ്കിലും ശരി, ഇതെല്ലാം സഭയിൽ ഉയർത്തുന്നതിൽ വി.ഡി. സതീശനോടൊപ്പം തന്നെ അക്കാലത്ത് രമേശ് ചെന്നിത്തലയും മുന്നിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അനുഭവ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ 3 നേതാക്കളെ നോക്കിയാലും രമേശ് ചെന്നിത്തലയുടെ എക്സ്പീരിയൻസ് ട്രാക്ക് റെക്കോർഡ് ഉയർന്നു തന്നെയാണ്. ഒരു കാര്യത്തിലും നമുക്കതിനകത്ത് സംശയമില്ല. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ലീഡറിൻ്റെ കാലത്ത് അദ്ദേഹം നന്നേ ചെറുപ്രായത്തിൽ തന്നെ മന്ത്രിയായ സാഹചര്യത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഏകദേശം കോൺഗ്രസ് തീരുമാനിച്ച മട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ നടക്കാൻ പോകുന്നത് ഒരു പ്രൊസീജിയറലായിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് മാത്രമായിരിക്കും. ഇനി അതിനുശേഷം
ഏതെങ്കിലും തരത്തിലുള്ള വലിയ ജനവികാരം വി ഡി സതീശന് വേണ്ടിയിട്ട് ഇളകി വരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഭാഗത്ത് വി ഡി സതീശൻ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഹീറോയാണ്, ഒരു വിഭാഗം വളരെ ശക്തമായ അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. എന്നാൽ കേരളത്തിലെ MLA-മാർ ഇപ്പോഴും വളരെ കൃത്യമായൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. അതിലൊരു ഭൂരിപക്ഷവും KC-ക്കൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ നടക്കാൻ പോകുന്നതും അതായിരിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടി മത്സരിക്കാൻ അവസരം കിട്ടുമായിരുന്നല്ലോ എന്ന ചോദ്യം ചില MP-മാർ ഇതിന് ശേഷം ചോദിച്ചേക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കേണ്ട ആദ്യത്തെ ആളാരാണ്? സുധാകരനാണ്. സുധാകരൻ നിലവിൽ KC വേണുഗോപാലിന് പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ മുതിർന്ന നേതാക്കളോട് ചില പിന്തുണയും നിലവിൽ KC വേണുഗോപാലിനോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് നിലവിലത്തെ സാഹചര്യം. മത്സര ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിൽ അല്പം മുമ്പിൽ KC വേണുഗോപാലാണ് എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇനി ഒരു സാധ്യതയുള്ളത് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. അങ്ങനെയും ആവാം. 60-ൽ ശങ്കറിനോടൊപ്പം ഉപമുഖ്യമന്ത്രി, പട്ടംനാട് പിള്ളയ്ക്കൊപ്പം ശങ്കർ ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്ന ചരിത്രമുണ്ട്. പക്ഷേ അതൊരു കുഴപ്പമുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പം പട്ടംനാട് പിള്ളയ്ക്ക് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. എന്നാലും ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ഇതൊരു വലിയ വിഴുപ്പലക്കലിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് 1-2 ദിവസത്തിനുള്ളിൽ ഇത് അവസാനിക്കും. 10-ാം തീയതിയോടുകൂടി കാര്യങ്ങൾ, 9-ാം തീയതിയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചിത്രം തെളിയും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. മത്സര ഓട്ടത്തിൽ തന്നെയാണ് നിലവിൽ KC ഒരു പടി മുന്നിലാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് എത്തിയാൽ, മത്സര ഓട്ടത്തിലോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.